നിവരണ്ണ തിരിച്ചു വന്ന് അണ്ണൻ കയറി വരണം. അതിനുള്ള കോമഡിയും അതുപോലെ തന്നെ അതിനുള്ള സെൻറ്റിമെൻറ്റ്സും റൊമാൻറ്റിക്കലും എല്ലാമായിട്ട് നിവരണ്ണൻ തിരിച്ചു വന്നിട്ടുണ്ട്. പറയാനുള്ളത് ആറാട്ടണ്ണനും നമ്മുടെ അലൻസ് പെരേരയും ആറാട്ടനും ചെകുത്താനും ഈ തൊപ്പിയെല്ലാം ഒരു ടീമാണ്. ഒരു ടീമായിട്ട് നിന്നാണ് അവന്മാരെ അഹങ്കാരങ്ങൾ. അതായത് എന്താ പറയുക, നമ്മളെപ്പോലുള്ള കാണികളെ അവന്മാർ പറയുന്നതെന്നറിയാം, അവന്മാർ അമ്മച്ചീരെ മക്കളും നമ്മൾ വെറും. അതാണ് അവൻ്റെയൊക്കെ ഓരോ ഷോ എന്ന് പറയുന്നത്. ഇതൊക്കെ അവൻ്റെയൊക്കെ വണ്ണാക്കി തന്നെ കൊടുക്കണം. നിവരണ കയറി വന്നോട്ടെ. ഇനി ഈ പടത്തിന് ആരും കുറ്റം പറയാനില്ല. പൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അണ്ണൻ പൊളി, ഒരു രക്ഷയില്ല. നിവനണ്ണൻ്റെയാണ് ഈ കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് ഞാൻ വന്നിരിക്കുന്നത്. നിവനണ്ണ കയറി വന്നാണ്, തീയായിട്ട് കയറി വന്നിരിക്കുകയാണ്. ഹിറ്റടിച്ചു കരയിപ്പിച്ച് കളഞ്ഞ് പോയി കാണ്. ഒരു രക്ഷയില്ല ബ്രോ, ഒരു രക്ഷയില്ല. ആറാടെന്ന് വെച്ചാൽ ആറാടി അണ്ണൻ. നിവനണ്ണ ഇനി അടുത്ത ഹിറ്റായിട്ട് വരണം. നിവനണ്ണെന്ന് പറയാൻ അളിയൻ സെറ്റ്. അതുപോലെ തന്നെ നമ്മുടെ വിജയകുമാർ, പഴയ സിനിമയിലെ വിജയകുമാറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. മഞ്ജുപിള്ള ചേച്ചി നല്ല ഒരു അമ്മ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നെ ധ്യാൻ ശ്രീനിവാസൻ കൂടെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യ കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. വളരെ നന്നായിരുന്നു. എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം പൊളിയായിരുന്നു, തീയായിരുന്നു. ഇതെല്ലാവരും കാണണം. സത്യമായിട്ടുള്ള വാക്കാണ് പറയുന്നത്. നല്ല മൂവിയാണ്. പുതിയതായിട്ടുള്ളതൊന്നുമല്ല, ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിലും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഡയറക്ഷൻ ആണെങ്കിലും നിവിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ഒരു തീർച്ചയായിട്ടും മുന്നേ ഇറങ്ങിയ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ പുള്ളിയുടെ പെർഫോമൻസ് എടുത്ത് പറയാനുണ്ട്. ഒരു കംബാക്ക് ചിത്രം തന്നെ പറയാം. ഫീൽ വരുന്നില്ല, ഒരു രോമം ഇന്നിച്ചിരിക്കുന്നൊരു ഫീൽ, അങ്ങനെ ഒരു സംഭവം അത് വെച്ചാൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് അത്ര വരുത്തില്ല. പടം ഒരു ആവറേജ്, വലിയ മെച്ചമൊന്നുമില്ല. സാധാരണ ആ പുള്ളിയുടെ ഡയറക്ഷനിൽ പറഞ്ഞ പടം പോലെ പ്രതീക്ഷയാണ് വന്നത്. പക്ഷെ അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു. ആദ്യം കുറച്ച് കോമഡി ബേസിൽ പോയി, പിന്നെ ട്രാക്ക് മാറ്റി ലാസ്റ്റ് ക്ലീഷ്യസ് ആണ്. അല്ല വലിയ മെച്ചമൊന്നുമില്ല. അത്രയൊന്നുമില്ല. ജനഗണമന എന്ന് വെച്ച് കമ്പയർ ചെയ്യാനുള്ള സാധനമൊന്നുമില്ല. ഇല്ല ലാസ്റ്റ് ജനഗണമന പോലെ ഒരു കണ്ടന്റ് ലാസ്റ്റ് കൊണ്ടുവരാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും പക്ഷെ അത്രയും മെച്ചമില്ല. ജനഗണമനയൊക്കെ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജിൻ്റെ ക്ലൈമാക്സിലുള്ള ആ ഒരു ഷാർപ്പ് ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിൽ അങ്ങനെയൊന്നുമില്ല. ക്രിഞ്ചാണ് ഒരു അവസാനം. കാരണം ആദ്യം ഒരു എന്തൊക്കെയോ കാണിച്ച് തട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്, അല്ലാതെ വലിയ കിടിലൊന്നുള്ള അഭിപ്രായമൊന്നുമില്ല. സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും രാഷ്ട്രീയം പറയാനുള്ള ഒരു സിനിമയാണ്. രാഷ്ട്രീയം പറഞ്ഞു പോയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇത് എവിടെയാ തുടങ്ങി എവിടെ പോയി അവസാനിച്ച ഒരു വിഷമം മാത്രമേ ഉള്ളൂ. വർക്കായി. ആ ജനഗണമന ചെയ്ത് അതിനൊരു ഓഡിയൻസ് ഉണ്ടെന്ന് കണ്ടിട്ട് അതേ ടെംപ്ലേറ്റിൽ വേറൊരു പടം പിടിക്കാൻ പോകുന്നതിൻ്റെ പ്രശ്നമാണ്. അയാളുടേതായിട്ടുള്ള സോണിൽ വേറെ ഡിഫറെൻ്റ് ആയിട്ട് ജോണിൽ പടം ചെയ്യണം. കാരണം ഈ ലാസ്റ്റ് വന്ന ടീസർ ഒഴിച്ച് ബാക്കിയല്ല ഈ പടത്തിൻ്റെ മൂഡ് വേറെയാണെന്നും പറഞ്ഞ രീതിയിലൊരു പബ്ലിസിറ്റിയാണ് പടത്തിന് കൊടുത്തിരുന്നത്. അത് നെഗറ്റീവായിട്ട് ആണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം ഇവിടെ പടത്തിൻ്റെ മൂഡ് വേറെയാണ്. അപ്പോൾ ആ മൂഡ് ഇതിങ്ങനെയാണ്, ഈ പടം ഇങ്ങനെയാണ്, ഈ സിനിമ പോകുന്നതെന്ന് ട്രെയിലറിലൂടെയും ടീസറിലൂടെയും ആദ്യമേ അങ്ങ് പ്രേക്ഷകരെ മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിൽ കൺഫ്യൂഷൻ വരില്ല. നമ്മളിവിടെ ഇരിക്കുമ്പോൾ സെക്കൻഡ് ഹാഫൊക്കെ നമുക്ക് ഇത് എങ്ങോട്ട് പോയി, ഇത് എവിടെ തുടങ്ങി എങ്ങോട്ട് പോകുന്നൊരു തോന്നലുണ്ടല്ലോ, അത് വരും. അതിൻ്റെ ഒരു വിഷമമുണ്ട്. സിനിമ സക്സസ്ഫുൾ ആവട്ടെ, ജയിക്കട്ടെ, നല്ല രീതിയിൽ റെക്കോർഡ് കളക്ഷനൊക്കെ ഉണ്ടാക്കട്ടെ. സെക്കൻഡ് ഹാഫേ കൊള്ളാം. നല്ല സിനിമയായിരുന്നു. കംബാക്ക് പോലെ നല്ല സിനിമ. നല്ല സിനിമയായിരുന്നു. ഫസ്റ്റ് ഹാഫ് അത്ര വർക്കായില്ല, പക്ഷെ സെക്കൻഡ് ഹാഫ് നൈസായിരുന്നു. കോമഡി ഫസ്റ്റ് ഹാഫിൽ കുറച്ചുണ്ട്, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. പക്ഷെ സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. ധ്യാനൊക്കെ നൈസായിരുന്നു. പ്രത്യേകിച്ചൊന്നും ഇല്ല. ഫസ്റ്റ് ഹാഫ് ആൻഡ് സെക്കൻഡ് ഹാഫ് വേറെ മൂവിയുടെ പോലെയായിരുന്നു. കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് അത്ര കൊള്ളത്തില്ല. സെക്കൻഡ് ഹാഫ് ലാഗുണ്ട്, പക്ഷെ നല്ല ലാഗുണ്ട്. അതാണ് സെക്കൻഡ് ഹാഫ് കൊള്ളത്തിൽ. ഫസ്റ്റ് ഹാഫ് ആ ഒരു ഫ്ലോയിൽ പോയായിരുന്നു, പക്ഷേ സെക്കൻഡ് ഹാഫ് ഫുള്ള് നല്ല ലാഗുണ്ടായിരുന്നു. ധ്യാനും ദിവിനും കൂടെ നല്ല സൈസ് ഉള്ളതുകൊണ്ട് സ്ക്രീൻ നിറഞ്ഞു നിൽക്കുമായിരുന്നു. അത് മാത്രമാണ്. കോമ്പോ അത്യാവശ്യം നല്ല വർക്കൗട്ട് ഉണ്ടായിരുന്നു. നല്ല പടം. എടുത്തു പറയാൻ ഡയറക്ഷൻ കൊള്ളാം, മേക്കിംഗ് കൊള്ളാം, ഓവറോൾ സിനിമ എല്ലാം കൊള്ളാം. ഈ ജനഗണമന പോലെ തന്നെ രാഷ്ട്രീയം പറഞ്ഞിട്ട് തന്നെയാണോ ഈ സിനിമ? അല്ല ഇത് വേറെ ഡിഫറെൻ്റാണ്. കൊള്ളാം. പിന്നെ അടിപൊളിയായിരുന്നു. പിന്നെ നിവിൻ്റെ തിരിച്ചറിവ് തന്നെ ഈ സിനിമയിലുള്ള വേറെ
പടം ഇതൊരു മലയാളത്തിൻ്റെ ഒരു ബജരംഗി ഭായിജാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ട കുറേ കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ റിപ്പീറ്റ്. എനിക്ക് ഇതേപോലത്തെ സെയിം സാഹചര്യങ്ങൾ പല മലയാള സിനിമകളിൽ തന്നെ കണ്ടില്ലേ എന്നുള്ള രീതിയിൽ. കാരണം അത് ഇന്ന് മാത്രമല്ല, ഒരു 5-6 വർഷം മുമ്പ് ഇറങ്ങിയ പല സിനിമകളുടെ ഈ ഒരു കാലഘട്ടത്തിലിടയ്ക്ക് പല സിനിമകളിലേക്ക് കുറേ റിപ്പീറ്റേഷനായിട്ട് വന്നത് എനിക്ക് തോന്നി. അത് ചെറിയൊരു ഇതായി. പക്ഷേ അതെല്ലാം റെലവൻ്റ് ആണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് 2 രാഷ്ട്രീയ പാർട്ടികളിൽ നിൽക്കുന്ന, പ്രത്യേകിച്ച് ഒരു നായകൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്താണ്. ആ ഭാഗത്ത് നിന്ന് ടിപ്പിക്കലായിട്ട് നമ്മളിന്ന് കാണുന്ന വാർത്തകളിൽ കാണുന്ന പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക, അതിൽ കൂടെ തമാശകൾ ഉണ്ടാക്കുക, പിന്നെ അതിനുശേഷം അതൊരു സീരിയസ് ആയി മാറുക. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പോവുക എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു പോവുക, അങ്ങനത്തെ കുറച്ച് സാഹചര്യങ്ങൾ. പിന്നെ ഒരു നായകന് ഇന്ത്യയിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യവും, പിന്നെ അവിടെ വേറെ ഒരു അന്യരാജ്യക്കാരനെ കാണുന്നത്, അങ്ങനെയൊക്കെ പോയാണ് കഥ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു പുതുമ ഉള്ള ഒരു പ്രമേയമല്ല. ഇതിപ്പം ബജരംഗി ഭായിജാൻ ഏകദേശം 10 വർഷത്തിന് മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. അപ്പം അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി റിപ്പീറ്റേഷൻ, നമ്മൾ കണ്ട കുറേ കാര്യങ്ങൾ തന്നെയാണ് ഈ സിനിമയിൽ പറഞ്ഞത്. ആത്യന്തികമായിട്ട് ഇതൊരു നന്മ അല്ലെങ്കിൽ ഒരു സമാധാനം കാക്ഷിക്കുക. എല്ലാ നാട്ടുകാരും സമാധാന കാംക്ഷികളാണ്. പക്ഷേ അതങ്ങനെയല്ല പ്രചരിപ്പിക്കുന്നത് എന്നുള്ളൊരു സന്ദേശം കൊടുക്കാനാണ് സംവിധായകൻ ഈ ഒരു സിനിമ വഴി ഉദ്ദേശിക്കുന്നത്. നമ്മളെ ധ്യാനിൻ്റെയൊക്കെ കോമഡീസ് ഉണ്ട് എന്നല്ലാതെ അതിൽ ഭയങ്കര സംഭവമായിട്ട് തോന്നിയില്ല. അതിൽ അങ്ങനെ ഭയങ്കര രാഷ്ട്രീയമൊന്നുമില്ല. എന്നാലും അതിൻ്റെ ഒരു ചെറിയൊരു സോട്ടുണ്ട്, അത്രേ ഉള്ളൂ. നല്ല പടമായിരുന്നു. കുറെ നമുക്ക് നല്ലൊരു പടം കണ്ടായിരുന്നു. നല്ല സിനിമയായിരുന്നു. നിവിൻ്റെ ഒരു നല്ല കംബാക്കായിട്ട് തോന്നി. കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പാട്രിയോട്ടിസം ആണെങ്കിലും ടെറർ അറ്റാക്ക് ആണെങ്കിലും കോവിഡ് പാൻഡമിക്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ കുറച്ചൊരു ഐ ഓപ്പണർ എന്നുള്ള രീതിയിലും കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല മൂവിയാണ്. പടം നല്ല പടമാണ്. പിന്നെ ഭയങ്കരമായി ആവേശം ഇതൊക്കെ ഇറങ്ങിയതിൻ്റെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരും ഒരു എബോ ആവറേജ് എന്ന് പറയേണ്ടി വരും. പക്ഷേ നിവിൻ്റെ നല്ല കംബാക്കാണ്. ധ്യാനും നിവിൻ്റെ കോമ്പിനേഷൻ ഫസ്റ്റ് ഹാഫ് വളരെ നല്ല കോമഡിയൊക്കെ, നല്ല കോമ്പിനേഷൻ പോയിട്ടുണ്ട്. നല്ല രീതിയിൽ അത് ഡെലിവർ ആയിട്ടുണ്ട്. ഡിജോ ജോസ് അതിൻ്റെ ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് സ്ലോ പലയിടത്തും വരുന്നുണ്ട്. കാരണം ഒരുപാട് മെസ്സേജ് തരാൻ നോക്കിയിട്ടുണ്ട്. കാരണം നമുക്ക് പലപ്പോഴും കണ്ടിട്ടുള്ള മെസ്സേജുകൾ തന്നെയാണ് ഈ പൊളിറ്റിക്കൽ സെക്ടറിൽ കാണുന്ന. നമ്മളെ വിദ്യാഭ്യാസമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്, രാഷ്ട്രീയത്തിനുപരിയും മതത്തിനുപരിയും എന്നുള്ള ഒരു മെസ്സേജ്. അത് നമ്മൾ ഒരുപാടടുത്ത് കണ്ടതാണ്. പക്ഷെ അത് നല്ല രീതിയിൽ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റില്ലാത്തൊരു മെസ്സേജാണ്. ക്ലൈമാക്സിലോട്ട് വലിയൊരു ത്രില്ലിംഗ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അതാണ് ആ ലാസ്റ്റ് പോർഷനിൽ കുറച്ചൊന്ന് സ്ലോ ആയിപ്പോയി. പക്ഷേ ബാക്കിയെല്ലാം നല്ലതാണ്. മഞ്ജു പിള്ളയുടെ വളരെ നല്ല ആക്ടിംഗ് ആണ്. അതുപോലെ ഒരു ജസ്റ്റ് കുറച്ച് നേരം സലീം കുമാറും ഷൈൻഡോൻ്റെ ചോക്കയൊക്കെ ഉള്ളൂ. അതെന്ന് പറഞ്ഞാൽ തിയേറ്റർ കൈയടിക്കുന്ന മെസ്സേജ് തരുന്ന രംഗങ്ങളാണ്. അതൊക്കെ വളരെ മനോഹരമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ സ്പെഷ്യലി മെൻഷൻ ചെയ്യേണ്ടതാണ്. എന്തായാലും നല്ലൊരു കോമഡി ഉണ്ട്, സെന്റിമെന്റ്സ് ഉണ്ട്, എല്ലാം ഒരു ഫാമിലിക്കും എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന ഒരു പടം. അതെ അതെ, അതിൻ്റെതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതെ ഇതും സിമിലർ ഒരു പ്ലോട്ടൊക്കെ തന്നെയാണ്. പക്ഷേ ജനഗണമന വളരെ നല്ല ടോപ്പ് ലെവലിൽ നിന്നാണ്. ആ ലെവലിലോട്ട് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ ഓവറോൾ നല്ലതാണ്. പിന്നെ അതിൽ എന്തുണ്ട് തിയേറ്ററിൽ എന്തായാലും കാണാനുള്ളത്, എല്ലാവരും വന്ന് കാണാൻ വേണം. നല്ലൊരു പടമാണ്. നിവിൻ നല്ലോണം ഉണ്ട്. ധ്യാനിൻ്റെ നിവിൻ്റെ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട്. പിന്നെ ഒരുപാട് മെസ്സേജ് ഉണ്ട്. ഒരുപാട് മെസ്സേജ്, കുറച്ച് മെസ്സേജുകൾ കൂടുതൽ തന്നുകൊണ്ട് ചില മൊമെന്റിൽ ഒന്ന് എത്തി ഡള്ളാവുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണാൻ നല്ല പടം.